Hi everyone, today we are starting a new chapter and the chapter name is environmental issues. Okay, so we studied that what is environment and what are the issues we are facing. നമ്മൾ ഫേസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്? നമുക്കറിയാം ഹ്യൂമൻ പോപ്പുലേഷൻ ഡേ ബൈ ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ ഡേ ബൈ ഡേ ഇങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് വരും, നമുക്ക് ഡിമാൻഡ് വരികയാണ്. ഫുഡ്, വാട്ടർ, ഹോം, ഇലക്ട്രിസിറ്റി എക്സെട്ര. അപ്പോൾ അതിനൊക്കെ ഒരു ഡിമാൻഡ് വരികയാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ അതല്ലെങ്കിൽ ഓവറായിട്ടുള്ള എക്സ്പ്ലോർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ ഡീഗ്രേഡേഷൻ സംഭവിക്കും അല്ലേ. അതൊക്കെ എന്തിനു കാരണമാകും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസിനാണ് അത് കാരണമാക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അൺഡിസൈറബിൾ ചേഞ്ച് സീൻ ഇൻ physical, chemical or biological characteristics of air, land, water or soil. എയറിൻ്റെയോ ലാൻഡിൻ്റെയോ വാട്ടറിൻ്റെയോ സോയിലിലോ എന്ത് സംഭവിക്കുക? ഫിസിക്കലി, കെമിക്കലി, ബയോളജിക്കലായിട്ടുള്ള അൺഡിസൈറബിൾ, അതായത് നമുക്ക് യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുക. അതിന് പറയുന്ന പേരെന്താണ്? എൻവയോൺമെൻറ്റൽ ചേഞ്ചസുകൾ. അങ്ങനത്തെ ചേഞ്ചസുകളാണ് എന്തെന്ന് പറയുന്നത്? പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സബ്സ്റ്റൻസ് വിച്ച് കോസ്, ഏത് സബ്സ്റ്റൻസ് ആണോ പൊല്യൂഷന് കാരണമാകുന്നത് ആ മെറ്റീരിയൽ നമ്മൾ എന്ത് വിളിക്കും? പൊല്യൂട്ടൻ്റ്. ഓക്കെ, അപ്പം നമ്മളുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1986 എന്ത് കൊടുത്തിട്ടുണ്ട്? പൊല്യൂഷൻ ആക്ട്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് അവർ എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ ആ ക്വാളിറ്റി അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ? നമ്മളുടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ട് ആക്ട് 1986 കൊടുക്കുന്ന എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ട് ആക്ടിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഞാൻ ആ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വളരെ എന്താ പറയുക ക്ലിയർ ആണ്. എന്ത് നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്? ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ശ്വസിക്കുന്നത് അല്ലേ. നമുക്കറിയാം ഓട്ടോമൊബൈൽസിനാലും അതുപോലെ തന്നെ ഫാക്ടറീസ്, ഈവൻ നമ്മുടെ വീടുകളിൽ അടുപ്പ് കത്തിക്കുമ്പോൾ തന്നെ എന്താ അതിൽ നിന്ന് പുറത്തു വരുന്ന ആ ഗ്യാസ് അതെന്തിനു കാരണമാകുന്നുണ്ട്? ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെയാണ് ലിബറേറ്റ് ചെയ്യുന്നത്. അതെല്ലാം എന്തിനു കാരണമാകുന്നതാണ്? ഇതുപോലെ തന്നെ എയർ പൊല്യൂഷന് കാരണമാകുന്നതാണ് അല്ലേ. അപ്പോൾ എയർ പൊല്യൂഷന് കാരണമാകുന്ന സബ്സ്റ്റൻസുകളാണ് എന്ത് വിളിക്കുന്നത്? എയർ പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്. എയർ പൊല്യൂട്ടൻസ്. ക്ലിയർ? എയർ പൊല്യൂട്ടൻസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ നോക്കി സി ബി എന്ന് പറയുന്നത് അല്ലേ. അതെന്താണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അഭിപ്രായ പ്രകാരം, അക്കോർഡിംഗ് ടു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അഭിപ്രായ പ്രകാരം ഒരു പർട്ടിക്കുലറിൻ്റെ സൈസ് 2.5 മൈക്രോമീറ്ററിന് അല്ലേ, അതിനേക്കാളും കുറവായാൽ തന്നെ എന്താണ് അത് ഹ്യൂമൻ ഹെൽത്തിന് എന്താണ് പ്രോബ്ലം ആയിട്ടാണ്. ഇത് 2.5 വരെ പോലും പാടില്ല. അത് തന്നെ എന്താണ് ഹ്യൂമൻ്റെ ഹെൽത്തിന് അല്ലെങ്കിൽ എന്താ പറയുക ഹാർംഫുള്ളായ മെറ്റീരിയലാണ്. ഓക്കെ, ദീസ് ഫൈൻ പാർട്ടിക്കിൾസ് ഇഫ് ഇൻഹേൾഡ് ഡീപ്പ് ഇൻ ടു ദ ലങ്സ് ക്യാൻ ബ്രീത്തിങ്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻ്റ് നമ്മൾ വലിച്ചെടുക്കുക. നമ്മൾ എന്താ പറയുക ഇൻഹെയിൽ ചെയ്യുമ്പോൾ അതെന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിക്ക് ഹെൽത്തിൽ എന്ത് വരും? പ്രോബ്ലം വരും. മെയിനായിട്ട് ഇവിടെ വരിക റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ബ്രീത്തിങ് പ്രോബ്ലംസ് വരും. പിന്നെ നമ്മുടെ ലങ്സ് ഒക്കെ ഡാമേജ് ആവാം, പ്രിമച്യൂർ ഡെത്ത് വരെ സംഭവിക്കാം. പിന്നെ ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷൻ അതൊക്കെ എന്താണ് ഇതിൻ്റെ ഓരോ കണ്ടീഷൻസ് ആണ്. നമ്മുടെ എൻവയോൺമെൻറ്റ് അതിനെ ബാധിക്കുക. എൻവയോൺമെൻറ്റ് പൊല്യൂട്ടഡ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഒരു സ്പീഷീസ് തന്നെ എന്ത് ചെയ്യാം? ഈ എയർ പൊല്യൂഷൻ കൊണ്ട് നശിച്ച് പോവാം, അതല്ലെങ്കിൽ ഇല്ലാതായി പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി എന്താ നമ്മൾ പറയുന്നത്? നമ്മളുടെ ഈ എയർ പൊല്യൂഷൻ ഉണ്ടാവുന്ന കോസുകൾ മെയിനായിട്ട് 3 തരത്തിലാണുള്ളത്. ഒന്ന് നാച്ചുറൽ കോസ്, ഫിക്സഡ് കോസ്, അതുപോലെ തന്നെ മൊബൈൽ കോസ് എന്ന് പറയുന്നത്. നാച്ചുറൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡസ്റ്റ്, പൊള്ളൻസ്, പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞതിലെ വിറക് കത്തിക്കുമ്പോൾ സ്മോക്ക്, അതൊക്കെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് ആണ്. ഇനിയും ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറീസ്, തെർമൽ പവർ പ്ലാന്റ്, ഇല്ലേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അവിടെ നിന്നൊക്കെ വരുന്നതാണ് ഫിക്സഡ് എന്ന് പറയുന്നത്. ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ചലിക്കുന്ന, അതായത് വാഹനങ്ങളിൽ നിന്ന് റോഡ്, റെയിൽ, ഏവിയേഷൻ അതൊക്കെ എന്തിനാ എക്സാമ്പിളാണ്? നമ്മളുടെ ഈ മൊബൈലായിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽസ് എന്നാണ്. ഒരു വീട്ടിൽ ഒരു 5 ആളുണ്ടെങ്കിൽ ഒരു 6 വെഹിക്കിൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്രയും എന്ത് വരെയാണ് നമ്മുടെ അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ ഉണ്ടാവുകയാണ്. സിറ്റീസിലും അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള അങ്ങനെ ടൗൺ ഏരിയാസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽ പൊല്യൂഷൻസ് വരുന്നത്. അപ്പോൾ എന്താ അതിനൊരു പ്രോപ്പർ മെയിൻ്റനൻസ് വയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ലെഡ് ഫ്രീ ആയിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുക എന്ന് മാത്രം. പെട്രോൾ ആയാലും ഡീസൽ ആയാലും ലെഡ് ഫ്രീ ആയിട്ടുള്ളത് ഉപയോഗിക്കുക. അത് മാത്രമാണ് എന്താ അതിനുള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം എന്ത്
കുറേ പൊല്യൂഷൻ ആക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു പൊല്യൂഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിനെന്തുണ്ട്, നമുക്കറിയാം. നമ്മൾ വിചാരിച്ചാലോ ഹ്യൂമൺ ആയിട്ട് വിചാരിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹ്യൂമൻ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് കൺട്രോൾ ചെയ്യണം. അതിനൊരു കേസ് സ്റ്റഡി ഉണ്ട്, കൺട്രോളിങ് വെഹിക്കിൾ എയർ പൊല്യൂഷൻ, വാഹനങ്ങളിൽ നിന്നുള്ള എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കേസ് സ്റ്റഡി ഡൽഹിയിൽ നടന്നതാണ്. ഡ്യൂ ടു വെരി ലാർജ്, നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇപ്പോൾ എവിടെയാണ്, പോപ്പുലേഷൻ സിറ്റിയാണ് ഡൽഹി എന്ന് പറയുന്നത് അല്ലേ. അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷനേക്കാളും കൂടുതൽ അവിടെ വെഹിക്കിൾസ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ത് പറഞ്ഞു, അവിടെ ഈ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ പകരം എന്ത് ഉപയോഗിക്കാൻ പറഞ്ഞു, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ആ പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ലെസ് ആയിരിക്കും. ഓക്കെ, all the buses of Delhi were switched over to CNG by the end of 2002. Advantage of CNG over diesel are it's cheaper than petrol or diesel. It burns more effectively. Then CNG cannot be siphonized off by the thieves or adulterated. ഈ CNGയിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അല്ല, അതിൽ മായം ചേർക്കാനോ അതല്ലെങ്കിൽ എന്താ പറയുക കട്ടുകൊണ്ട് പോകാനൊന്നും പറ്റുന്നതല്ല. മാത്രമല്ല അതിൽ നിന്ന് വരുന്ന ആ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നില്ല, അത് എന്താ പറയുക അത്ര ടോക്സിക്കും അല്ല. ദ പ്രോബ്ലം ഓഫ് സ്വിച്ചിങ് ഓൺ ടു CNG വാസ് ദ ഡിഫിക്കൽട്ടി ഓഫ് ലേയിങ് ഡൗൺ പൈപ്പ് ലൈൻസ് ടു ഡെലിവർ CNG ത്രൂ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ്. ഇത് ഡ്രോബാക്ക് എന്ന് പറയുന്നത് പൈപ്പ് ലൈൻ വഴികളാണ് അല്ലേ. അപ്പോൾ അതുവരെ എത്തിക്കുക എന്നുള്ളത് കുറച്ച് അതിൻ്റെ ഡ്രോബാക്കുകളായിരുന്നു. പിന്നെ ഡൽഹിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇയർ പറഞ്ഞു. ആ ഇയറിനേക്കാളും പഴയ വണ്ടികളാണെങ്കിൽ നമുക്കറിയാം അതിൽ നിന്നും ഒരുപാട് ലെഡ് എമിഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാം, ട്രാഫിക്കിലേക്ക് ഇറക്കാണ്ട് നോക്കുക. ഇതൊക്കെയാണ് ഒരു റെമഡി ആയിട്ട് കണ്ടത്. മാത്രമല്ല പിന്നെ ലോ സൾഫർ കണ്ടന്റ് ആയിട്ടുള്ള പെട്രോളും ഡീസലും ഉപയോഗിക്കുക. ഇതൊക്കെയായിരുന്നു ഓട്ടോമൊബൈലിൽ നിന്ന് വരുന്ന പൊല്യൂട്ടൻസിനെ കുറയ്ക്കാൻ വേണ്ടി ഡൽഹി ഗവൺമെൻറ് കണ്ടെത്തിയ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഓട്ടോ ഫ്യൂവൽ പോളിസി കൊടുത്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബ്രിങ് ഔട്ട്സ് ആൻഡ് ഓട്ടോ ഫ്യൂവൽ പോളിസി. ആ ഓട്ടോ ഫ്യൂവൽ പോളിസി പ്രകാരം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ഡൗൺ വെഹിക്കിൾ പൊല്യൂഷൻ ഇൻ ഇന്ത്യൻ സിറ്റീസിലെ ഈ വെഹിക്കിൾ പൊല്യൂഷൻ അല്ലേ അത് കുറയ്ക്കുക എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത്. അങ്ങനെ നമ്മുടെ സൾഫർ അതായത് നമുക്കറിയാം ഈ ലെഡും സൾഫറൊക്കെയാണ് ഏറ്റവും കൂടുതൽ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഒരു ലെഡ് ഫ്രീ ആയിട്ടുള്ള ഡീസൽ പെട്രോൾ, അതുപോലെ സൾഫർ ഫ്രീ ആയിട്ടുള്ള ഒരു ഡീസൽ പെട്രോൾ. മാത്രമല്ല ഈ സൾഫർ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഡീസലിൻ്റെ കേസിലാണെങ്കിൽ 350 പാർട്സ് പെർ മില്യണും പെട്രോളിൻ്റെ കേസിലാണെങ്കിൽ 150 പാർട്സ് പെർ മില്യണേ പാടുള്ളൂ. ഓക്കെ, അതൊരു യൂറോ 2 നോംസ് പ്രകാരം പറയുന്നതാണ്. സൾഫറിൻ്റെ ആണെങ്കിൽ എത്ര വേണം, 350 ആണ് ഡീസലിൽ വേണ്ടത്, 150 പെട്രോളിൽ വേണ്ടത്. ആ ഒരു കണ്ടീഷന് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ വാഹനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ബാൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാർബൺ മോണോക്സൈഡിൻ്റെയും അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയും ആ എമൗണ്ട് അല്ലെങ്കിൽ ആ എമിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്കും അപകടകരമായിരിക്കും. ഇതെന്താ ഈ പിക്ചർ എന്താ കാണിക്കുന്നത്, ഇതെന്താ നമുക്ക് എയർ പൊല്യൂട്ടൻസിനെ നമുക്ക് വേർതിരിച്ചെടുക്കാനുള്ള ഒരു സ്ക്രബ്ബറിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നത് അവിടെ അല്ലേ. അപ്പോൾ നമുക്കറിയാം നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസും കാരണമാകുന്നതാണ് ഈ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത്. 99% of particular matter present in the exhaust of the thermal power plant can be removed by electrostatic precipitator. നമുക്കിത് ഉപയോഗിച്ചിട്ട് 90% മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അന്നേ നോക്കി അവിടെ നോക്കി ഇലക്ട്രോഡ് വയർ കാണാം. നോക്കി ഇവിടെ നോക്കൂ നിങ്ങൾ, ഡേർട്ടി ആയിട്ടുള്ള എയർ വരുന്നുണ്ട് കണ്ടോ, ഡേർട്ടി ആയിട്ടുള്ള എയർ വരുന്നത്. പിന്നെ ഇവിടെ മാറ്റർ ഉണ്ട്, പിന്നെ സ്ക്രബ്ബർ, പിന്നെ എന്താ പറയുക ക്ലീൻ എയർ പോവാണത്, പിന്നെ വാട്ടർ ലൈൻ സ്പ്രേ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരുപാട് വയേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വെച്ചില്ല കൊടുത്തേക്കണം കേട്ടോ, നെഗറ്റീവ് ചാർജിൽ വയർ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്, കുറേ ഇലക്ട്രോഡ് വയറുകളുണ്ട്. ആ ഇലക്ട്രോഡ് വയറിൽ എന്താണ് അവിടെ 1000 വോൾട്ടിൽ ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവിടുത്തെ ആ ഇലക്ട്രിക് വയർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ഇലക്ട്രോൺസിനെ ഒരു കൊറോണ പോലെ, അതായത് ഫുള്ള് ഒരു എന്താ പറയുക ഒരു ഇലക്ട്രോൺസിനെ അവർ റിലീസ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ, ദ ഇലക്ട്രോൺസ് അറ്റാച്ച് ടു ഡസ്റ്റ് പാർട്ടിക്കിൾസ് മേക്കിംഗ് ദം നെഗറ്റീവ് ചാർജ്. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഡസ്റ്റ് പാർട്ടിക്കിളിനെ ക്യാരി ചെയ്യും, എന്താക്കി ചാർജാക്കി മാറ്റും, നെഗറ്റീവ് ചാർജാക്കി മാറ്റും. These collecting plates downward attract the charged dust particles. The velocity of air between the plates must be slow to allow the dust to fall. ഇത് പ്രസിപ്പിറ്റേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് വെച്ച് സംഭവിക്കുന്നത്, ആ ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നു, ഈ ചാർജർ വയറുണ്ട്, അവരെന്ത് ചെയ്യുന്നു, ഡസ്റ്റ് പാർട്ടിക്കിളിനെ സ്വീകരിക്കും. അങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിളിനെ സ്വീകരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, ആ ഡസ്റ്റ് പാർട്ടിക്കിളിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവിടെ എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് ഇവിടെ സ്ക്രബ്ബർ കാണേണ്ട താഴെ ഇല്ലേ, ആ സ്ക്രബ്ബർ എന്താ ചെയ്യണത്, സ്ക്രബ്ബറിന്റെ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ എയർ ഫ്രം ബോത്ത് ഡസ്റ്റ് ആൻഡ് ഗ്യാസ്, എയറിനെ ഡസ്റ്റിൽ നിന്നും ഗ്യാസിൽ നിന്നൊക്കെ ഫ്രീ ആക്കി കൊടുക്കുക. എന്തിന് അതിനെ വൃത്തിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ് പോലത്തെ ഗ്യാസസ് ഒക്കെ ഇല്ലേ അതിനൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, സ്ക്രബ്ബറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ് ഇതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്ററിൽ ക്ലീൻ എയർ കിട്ടും നമുക്ക്, ഡേർട്ടി എയർ വന്നു. ഈ ഡേർട്ടി എയർ എന്ത് ചെയ്യും, നമ്മളുടെ സൾഫർ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ ഡസ്റ്റിനും ഗ്യാസിനൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതെന്ത് ചെയ്യുക, ഇതിലൊരു ഇത് നെഗറ്റീവ്ലി ചാർജ് വയേഴ്സ് ഉണ്ട്. ആ വയർ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യും. ആ ഡസ്റ്റ് പാർട്ടിൽ അട്രാക്ട് ചെയ്യുമ്പോൾ ഡസ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്യുന്നു, ആ ഡസ്റ്റ് പാർട്ടികൾ എന്താ ചെയ്യുക, അവരവിടെ എന്താ പറയുക അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ സ്ക്രബ്ബർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിലൂടെ കണ്ടോ വാട്ടർ ലൈം സ്പ്രേ, വാട്ടറോ ലൈം വാട്ടറോ വരുന്ന അനുസരിച്ചിട്ടാണ് ഈ സ്ക്രബ്ബർ അതിൻ്റെ വർക്കിംഗ് നടത്തുന്നത്. ഓക്കെ, സോ ദീസ് ആർ വൺ മെത്തേഡ് ഫോർ പ്രിവെൻറ്റിംഗ് ദ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, ദാറ്റ് മീൻസ് എയർ പൊല്യൂഷൻസ്. ക്ലിയർ? നെക്സ്റ്റ് ഞാൻ പറയാണ്ട് നമുക്കറിയാം, ഇത് കണ്ടു നോക്കി നോക്കിയാൽ നമ്മളെ എർത്താണ് അവിടെ ചെവിയുമേ കൈവച്ചിരിക്കുന്നത് അല്ലേ. കാരണം എന്താ, പലതരത്തിലുള്ള ശബ്ദങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ ഇത് നോയ്സ് പൊല്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ എയർ പൊല്യൂഷൻ ആക്ട് ഉണ്ടായിരുന്നു, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ടായിരുന്നു. 1981 ആ ആക്ട് വന്നത്. ആ ആക്ടിൻ്റെ ഭാഗമായിട്ട് 1987 നമ്മൾ കൂട്ടിച്ചേർത്തു എന്ത്, നോയ്സ് പൊല്യൂഷനും കൂടി നമ്മൾ എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. എയർ ആക്ടിൽ നമ്മൾ ആ എയർ ആക്ട് വന്നത് എപ്പോഴായിരുന്നു, 1981 അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത ആക്റ്റാണ് ഏത്, എയർ പൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം സൗണ്ടിൻ്റെ യൂണിറ്റ് എന്താ, ഡെസിബൽ എന്ന് പറയുന്നത് അല്ലേ. 20 Hz to 20 kHz വരെയാണ് നമുക്ക് ആ ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം ശബ്ദത്തിലേക്ക് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താവും, നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിന്, ഇയർ ഉള്ളിലെ എല്ലാ ഓർഗൻസിനും എന്താണ്, അത് ഹാംഫുള്ളാണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ നോയ്സ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്, അത് ഹിയറിംഗ് ലോസ് ആകാം. 150 ഡെസിബലിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ അതെന്ത് സംഭവിക്കുക, നമ്മളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസിന് സംഭവിക്കുക. മാത്രമല്ല നമ്മളെ സൈക്കോളജിക്കലി ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് വരാം. ഓക്കെ, പിന്നെ കാർഡിയോവാസ്കുലറിനെ ബാധിക്കാം, നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കാം. നമ്മുടെ സ്ലീപ്പ് മുടങ്ങിയാൽ തന്നെ എന്തുണ്ടാവുക, നമുക്ക് സ്ട്രെസ്സും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് കൂടുക, ബ്രീത്തിങ് പാറ്റേൺസ് ഒക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നോയ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, അതിനെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഇനി നമുക്കറിയാം ഈ നോയ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നോയ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മഫ്ലിങ്സ് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ സ്കൂളുകളുടെ ഏരിയ, പിന്നെ നമ്മുടെ അങ്ങനത്തെ ഹോസ്പിറ്റൽ ഏരിയ, അവിടേക്ക് എന്ത് പറയാം, നോയ്സ് ഫ്രീ സോൺസ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും എന്തുണ്ടായിരിക്കില്ല, പലതരത്തിലുള്ള ഇങ്ങനത്തെ നോയ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, അത് ലീഗലി അവിടെ ആക്ഷൻസ് വരുന്നതാണ് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓട്ടോമൊബൈൽസിനൊക്കെ ഉള്ള ഫ്രീ സൗണ്ട്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അറിയാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഒരു മെത്തേഡാണ്. പിന്നെ എന്താ പറയുക, വലിയ ഫാക്ടറികളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കുഴലുകളില്ലേ കുറച്ചും കൂടി ഉയരത്തിലേക്ക് വയ്ക്കുക. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടൊക്കെ എന്ത് ചെയ്യും, കുറഞ്ഞ് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും, നമുക്ക് അത്ര ഫ്രീക്വൻസിയിൽ അത് കിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇയർ മഫ്ലർ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇയർ മഫ്ലർ ഉപയോഗിക്കാം. പിന്നെ എന്താ, സൈലൻസേഴ്സ് ക്യാൻ ബി, ഓട്ടോമൊബൈൽസിലൊക്കെ സൈലൻസേഴ്സ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യും, ആ സൗണ്ടിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ദീസ് ആർ അബൌട്ട് നോയ്സ് പൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് വാട്ടർ പൊല്യൂഷൻ. നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞ ഒരു എസെൻഷ്യൽ മെറ്റീരിയൽ ആണ് അല്ലേ, ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്, അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതിൽ വരുന്ന അൺഡിസൈറബിൾ ചേഞ്ച് ആണ് എന്ത് പറയുന്നത്, വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫിസിക്കലായാലും കെമിക്കലായാലും അത് ബയോളജിക്കലായാലും വാട്ടറിൽ വരുന്ന എല്ലാ ചേഞ്ചുകളും ഇത് എന്താണ്, ഓരോ ലിവിങ് ഓർഗാനിസത്തിനെയും എഫക്റ്റ് ചെയ്യുന്നത്. ആ നോക്കൂ, കുട്ടിയിൽ നിൽക്കുന്നത് എവിടെ നോക്കി നോക്കൂ, അത്രയും ഒരു ഡേർട്ടി വാട്ടറിലാണ് കുട്ടി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷൻ ആക്ട് 1974 1974 വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് നമ്മളെ ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്നതാണ്. പക്ഷെ പാസ്സാക്കിയ ഗവൺമെൻറ് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യാനില്ല, 100% എഫക്റ്റീവായിട്ട് മാറുന്നില്ല എന്നതാണ് ഇപ്പോഴും വാട്ടർ പൊല്യൂഷൻ. നമുക്കറിയാം ഗംഗ ആൻഡ് യമുന പ്ലാൻ അറിയാം. ഓക്കെ, ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒന്നും പ്യുവറായിട്ട് വരുന്നേ ഇല്ല. അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഹൗസ് ഹോൾഡ് ഡിറ്റർജൻസ്, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ വിചാരിക്കുകയാണ്, നമ്മളിപ്പോൾ കഴുകിയ വെള്ളമൊക്കെ എന്താ പറയുക വലിയ വാട്ടർ ബോഡിക്കൊന്നും പോകുന്നില്ല, നമ്മുടെ തൊടിയിലേക്ക് തന്നെ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ അതെന്താണ്, കുറേശ്ശെ എമൗണ്ടിൽ തന്നെ കാരണമാകുന്നുണ്ട്, അത് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. കാരണം എന്താ, ഡിറ്റർജൻറ്റുകളിലൊക്കെ ഫോസ്ഫേറ്റ്, നൈട്രേറ്റ്, അമോണിയം കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട് ഇല്ലേ.
അപ്പോൾ അതൊന്നാണ്. പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് സീവേജിൻ്റെ ഡിസ്പോസൽ, അതിൽ ഒരുപാട് എന്തുണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. മാത്രമല്ല അത് ഓക്സിജൻ്റെ എമൗണ്ട് കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അത് ഫൗൾ സ്മെല്ലിന് കാരണമാകും. പിന്നെ നമ്മുടെ വാട്ടർ ബോഡീസൊക്കെ നശിക്കാനുള്ള നമ്മുടെ എസ്തറ്റിക് വാല്യൂ ആണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഡംപിങ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ വേസ്റ്റ്, അതിൽ ഒരുപാട് ടോക്സിക് മെറ്റീരിയൽ ആയിട്ടുള്ള ആഴ്സനിക്, കാഡ്മിയം, മെർക്കുറി അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഫീൽഡിൽ പെസ്റ്റിസൈഡ്സോ അതല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സോ ഉപയോഗിച്ചെന്ന് വയ്ക്കുക, അത് അവിടെ നിന്ന് റെയിൻ വാട്ടറിലൂടെ എവിടേക്ക് എത്തിച്ചേരും? വാട്ടർ ബോഡിക്ക് എത്തിച്ചേരും. അങ്ങനെ വാട്ടർ ബോഡിക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായി? അത് വാട്ടറിൽ പൊല്യൂഷന് കാരണമാണ്. പിന്നെ നമ്മൾ ഓഫ് ഷോർ ഡ്രില്ലിംഗ് ഒക്കെ നടത്തുമ്പോൾ ആ മെർക്കുറിയും അതുപോലെ തന്നെ ഓയിൽസൊക്കെ അക്വാട്ടിക് ലൈഫിനെ ബാധിക്കുന്നുണ്ട്. ആ വാട്ടർ പൊല്യൂഷൻ അത് കാരണമാകാണ്. പിന്നെ സെവറൽ ഇൻഡസ്ട്രി പവർ പ്ലാന്റുകളിൽ നിന്നൊക്കെ വരുന്ന ആ വേസ്റ്റ്, ആ തെർമൽ വേസ്റ്റുകളുണ്ട്, അത് ആ തെർമൽ വേസ്റ്റ് അല്ലേ, തെർമൽ എന്ന് പറഞ്ഞാൽ ഹോട്ടല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ഹോട്ട് വാട്ടറിനെ എവിടേക്കാണ്? നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുക. അതിലൊരുപാട് വേസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ടോക്സിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അതെല്ലാം എന്തിന് കാരണമാകുന്നുണ്ട്? നമ്മളുടെ വാട്ടറിൻ്റെ ആ ഒരു നേച്ചർ നഷ്ടപ്പെട്ടിട്ട് വാട്ടർ പൊല്യൂഷന് കാരണമാകുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം BOD എന്ന് പറയുന്നത് എന്താ? ബയോളജിക്കൽ ഓക്സിജനേഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ. വാട്ടറിലെ BOD കൂടുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് എന്താ? വാട്ടറിലെ ഓക്സിജൻ്റെ എമൗണ്ട് കുറഞ്ഞു എന്ന് അർത്ഥം. ഓക്സിജൻ്റെ എമൗണ്ട് കുറയുമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? അവിടെ ഒരുപാട് മൈക്രോ ഓർഗാനിസം ഗ്രോൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ മൈക്രോ ഓർഗാനിസം ഒരുപാട് വളർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഓക്സിജൻ ഡിപ്ലീറ്റർ ആവുകയാണെങ്കിൽ അതിലുള്ള ചെറിയ ചെറിയ ഫിഷസ് അല്ലെങ്കിൽ സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ബാക്കിയുള്ള ഓർഗാനിസത്തിനൊന്നും ലീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതെന്തിനു കാരണമാകും? ആ സ്പീഷീസിൻ്റെ ഡെത്തിന് അല്ലെങ്കിൽ ഡെസ്ട്രോ അല്ലെങ്കിൽ ഒരു ഡീഗ്രഡേഷന് കാരണമാവാണ് ചെയ്യുന്നത്. ഇനി രണ്ട് ടേം ഉണ്ട്, ബയോ മാഗ്നിഫിക്കേഷനും യൂട്രോഫിക്കേഷനും. അതായത് ഇത് കഴിഞ്ഞ ടോപ്പിക്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. നമുക്ക് എങ്ങനെയും വാട്ടർ പൊല്യൂഷനൊക്കെ നമുക്ക് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ തന്നെ വിചാരിക്കണം, അതല്ലേ നമ്മൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉപയോഗിച്ച് നമുക്ക് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല ബയോ ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് ഫാമിംഗ് ആണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒന്നും എന്തുണ്ടാവില്ല, പുറത്തേക്ക് വരുമ്പോൾ ഇത്രയും ടോക്സിക് ആയിട്ട് വരില്ല. പിന്നെ നമുക്കറിയാം, പിന്നെ നമ്മുടെ തെർമൽ പവർ പ്ലാന്റില്ലേ, അതും ഇതുപോലെ തന്നെ ഒരു റെഡ്യൂസ് അല്ലെങ്കിൽ റീയൂസ് ഫോമിലേക്ക് എത്തുകയാണെങ്കിൽ ആ വാട്ടറിന് ഇത്ര അധികം ഒരു ഹാംഫുൾ ഒരിക്കലും അതിന് വരുത്താനായിട്ട് സാധിക്കില്ല. നമുക്ക് നോക്കി നോക്കിയേ വാട്ടറിൻ്റെ അല്ലേ, വാട്ടർ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കി നോക്കുക. വാട്ടർ 99.9% വാട്ടറാണ് അല്ലേ. പക്ഷെ അതെന്താണ്? അതിൽ സസ്പെൻഡഡ് സോളിഡ്സ്, കൊളോയിഡൽ മെറ്റീരിയൽ, ഡിസോൾവ് മെറ്റീരിയൽസ്, അങ്ങനെ സാൻഡ്, സ്ലിറ്റ്, ക്ലേ, ഫീക്കൽ മാറ്റർ, ബാക്ടീരിയ. നമ്മളുടെ ഗംഗയിൽ നിന്നൊക്കെ വാട്ടർ എടുത്ത് ഒരു 1 മില്ലി വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അധികം കോളിഫോം ബാക്ടീരിയ ഉണ്ട്. കോളിഫോം ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീക്കൽ മെറ്റീരിയൽ ഇല്ലേ, ആ ഫീക്കൽ മെറ്റീരിയലിൽ കാണുന്ന ബാക്ടീരിയയാണ് എന്ത്? കോളിഫോം ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര തന്നെ ഫീക്കൽ മെറ്റീരിയലും ബാക്ടീരിയ, പിന്നെ അതുപോലെ ക്ലോത്ത്, പേപ്പർ ഫൈബേഴ്സ്, പിന്നെ എന്താ പറയുക നൈട്രേറ്റ്, അമോണിയ, ഫോസ്ഫേറ്റ്, സോഡിയം, കാൽഷ്യം, അങ്ങനെ ഒരുപാട് എന്തുണ്ട് ഇംപ്യൂരിറ്റീസ് നിറഞ്ഞതാണ് നമ്മളുടെ വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് നമ്മളിപ്പോൾ ഫീൽഡിൽ DDT ഇട്ട് നോക്കിയാൽ അല്ലേ, അത് വാട്ടറിൽ നിന്ന് അവിടെ നമ്മുടെ ഫീൽഡിൽ നിന്ന് അവിടെ എവിടേക്ക് വരുന്നു? വാട്ടർ ബോഡിക്ക് എത്തിച്ചേരുന്നു അല്ലേ. ആ വാട്ടർ ബോഡിയിൽ നിന്ന് അത് സൂ പ്ലാങ്ക്ടൺസ് കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പം നമ്മളിട്ട് DDT അളവെന്ന് പറയുന്നത് 0.003 parts per million ആയിരുന്നു. അത് സൂ പ്ലാങ്ക്ടണിലേക്ക് എത്തുമ്പോഴേക്ക് എത്രയായി? 0.04 ആയി അല്ലേ. ഇനി സ്മോൾ ഫിഷ്ക്ക് എത്തുമ്പോഴത്തേക്ക് 0.5 ആയി. ലാർജ് ഫിഷ്ക്ക് എത്തുമ്പോഴേക്ക് എത്രയായി? 2 ppm ആയി. അത് ഈ ഫുഡ് ചെയിനിൽ ലാസ്റ്റ് ഓർഗാൻസിക്ക് എത്തുമ്പോഴേക്ക് എന്തായി? അതിൻ്റെ ആ എഫക്റ്റ് എന്ന് പറയുന്നത് കൂടി. അപ്പോൾ കെമിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ കെമിക്കലിൻ്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ആ ഫുഡ് ചെയിനിലെ ഓർഗാനിസംസ് ഏതാണോ ലാസ്റ്റ് ഓർഗാനിസം, ആ ഓർഗാനിസത്തിനായിരിക്കും അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ദാറ്റ് ഇസ് നോൺ ആസ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പറഞ്ഞ പേരാണ് എന്ത്? ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ബയോ മാഗ്നിഫിക്കേഷൻ നടന്ന അത് നമ്മുടെ ബേർഡ്സിലൊക്കെ ആണെങ്കിൽ ആ ബേർഡ്സിൻ്റെ ഷെല്ലൊക്കെ ഇല്ലേ, ആ ഷെല്ലൊക്കെ തിൻ ചെയ്യും. അത് വളരെ തിന്നാകുമ്പോൾ മാത്രമല്ല പ്രിമച്ചുർ ആകുമ്പോഴേക്കും കുഞ്ഞ് ഹാച്ച് ചെയ്ത് വരണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്. ആ പർട്ടിക്കുലർ ടൈം ആവണമെങ്കിൽ മുന്നേ തന്നെ എന്ത് സംഭവിക്കും? അതൊക്കെ ബ്രേക്ക് ഡൗൺ ആക്കും. അപ്പോൾ അവർക്ക് അവിടെ എന്ത് സംഭവിക്കുന്നത്? അങ്ങനെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അവിടുത്തെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അവിടെ നിന്ന് കുഞ്ഞുങ്ങൾ വരില്ല. അപ്പോൾ അവരുടെ പോപ്പുലേഷൻ തന്നെ നശിക്കാനായിട്ട് കാരണമാവുക ചെയ്യണേ. അപ്പോൾ ഇങ്ങനത്തെ ഹെവി മെറ്റൽസ്, മെർക്കുറി, കാഡ്മിയം, DDT ഒക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? ബയോ മാഗ്നിഫിക്കേഷന് കാരണമാകുന്നുണ്ട്. പിന്നെ നമുക്കറിയാം വാട്ടറിലൂടെ നമുക്ക് ഒരുപാട് വാട്ടർ ബോൺ ഡിസീസുകൾ വരാം. നമ്മുടെ ഡിസെൻട്രി, ടൈഫോയിഡ്, ജോണ്ടിസ്, കോളറ, അതൊക്കെ എന്താണ്? വാട്ടർ ബോൺ ഡിസീസുകളാണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബയോ മാഗ്നിഫിക്കേഷൻ പറഞ്ഞു ഇല്ലേ.
ഇനി എന്താ നമ്മുടെ വാട്ടറിൽ BOD കൂടുകയാണ്. BOD കൂടുകയാണെങ്കിൽ ഓക്സിജൻ കുറഞ്ഞു. അപ്പോൾ അവിടെ മൈക്രോ ഓർഗാനിസംസ് കൂടി അല്ലേ. ആ മൈക്രോ ഓർഗാനിസംസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലേക്ക് അല്ലെങ്കിൽ വാട്ടർ ബോഡിയുടെ ആ നാച്ചുറൽ ടെക്സ്ചർ മാറിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുമ്പോൾ വേറെ ആ വാട്ടർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, നശിച്ചു പോകാനായിട്ട് തുടങ്ങും. സോ അപ്പോൾ അവിടെ ആൽഗലിൻ്റെ എമൗണ്ട് കൂടി അല്ലേ. അപ്പോൾ അയലൊക്കെ എന്ത് ചെയ്തു, അങ്ങനത്തെ വാട്ടറിൽ അതിൻ്റെ എമൗണ്ട് കൂടി, ആൽഗൽ ബ്ലൂമിങ് നടന്നു. പക്ഷെ അത് എന്തിന് കാരണമാകുന്നത്, യൂട്രോഫിക്കേഷന് കാരണമാകുന്നുണ്ട്. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാ ഞാൻ ഒരു സ്ലൈഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. യൂട്രോഫിക്കേഷൻ ദ ബയോമാഗ്നിഫിക്കേഷൻ താഴെ കൊടുത്തേക്കുന്നു. യൂട്രോഫിക്കേഷൻ ഈസ് ദ നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക് ബൈ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ഓഫ് ഇറ്റ്സ് വാട്ടർ. ആ വാട്ടറിലെ മൈക്രോബ്സിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വാട്ടറിൽ എന്ത് സംഭവിക്കുകയാണ്, ആ വാട്ടറിലെ നൈട്രജൻ, ഫോസ്ഫറസ് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ എന്ത് സംഭവിക്കുകയാണ്, അത് ആ കണ്ടന്റ് അവിടെ കൂടുമ്പോൾ അവിടുത്തെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷെ അവിടെ ബാക്കിയുള്ള ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. അങ്ങനെ എന്താവും, നാച്ചുറൽ ഏജിങ് ആൻഡ് ഡെത്ത് ഓഫ് ദ ലേക്കിന് കാരണമാകും. ആ ലേക്കിന് ടെക്സ്റ്റ് നഷ്ടപ്പെട്ടിട്ട് ലേക്കിന് ഒരു മരണം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതിന് അവ പറഞ്ഞ പേരാണ് എന്താ, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, അത് നമ്മൾ ഹ്യൂമൻ മെയ്ഡും ആവാം, ചിലപ്പം അതല്ലെങ്കിൽ നാച്ചുറലും ആവാം. നാച്ചുറലായിട്ടും ആൽഗൽസ് അവിടെ വളരുകയാണെങ്കിലും അത് എന്തിനു കാരണമാവുന്നുണ്ട്, ഈ യൂട്രോഫിക്കേഷന് കാരണമാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ബയോമാഗ്നിഫിക്കേഷൻ തന്നെ പ്രൊഡ്യൂസർ ലെവലിൽ അത് വളരെ കുറവായിരിക്കും. നോക്കി ഇവിടെ ഇത്രയേ വരുന്നുള്ളൂ അല്ല, ഇവിടെ എത്തുമ്പോഴേക്കും എൻ്റെ സിവിയാരിറ്റി കൂടി 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 വരികയാണ് ചെയ്യുന്നത് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്കിതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ, നമുക്ക് തന്നെ എന്താ ചെയ്യാന്നുള്ള ഒരു എന്താ പറയുക ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് വാട്ടറിനെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് ഈ വാട്ടറിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യാമെന്നുള്ളത്. നമ്മുടെ വീടുകളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്താ, ക്ലോറിൻ ട്രീറ്റ്മെൻ്റ് ആണല്ലേ, ക്ലോറിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്യൂറാക്കി കൊണ്ടുവരിക. മാത്രമല്ല ഹ്യൂമൻ എക്സ്ക്രീറ്റീവ് ഒക്കെ ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം, റീസൈക്ലിംഗ് ചെയ്ത് നാച്ചുറൽ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ വാട്ടറിൻ്റെ ആ പൊല്യൂട്ടൻ നേച്ചറിൽ നിന്ന്, വാട്ടർ പൊല്യൂട്ടൻ ആവുന്ന പ്രോസസ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ഹിയർ സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലേ. അതെന്താ അവിടെ കൊടുത്തിട്ടുണ്ട്, പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, മെറ്റൽ. അതെന്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് എന്നൊക്കെ. അപ്പോൾ നമുക്കറിയാം വേസ്റ്റ് എന്താ, അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എന്ത് വേസ്റ്റ് എന്ന് പറയുന്നത്. ആ വേസ്റ്റ് സോളിഡ് ആയിട്ടുള്ളതാണെങ്കിലേ നമ്മുടെ ഹോം, ഓഫീസ്, ഫാക്ടറി, സ്റ്റോഴ്സ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ് അവിടെയൊക്കെ വരുന്ന സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ എന്തായിരിക്കും, ഹസാർഡസ് ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ എന്തുണ്ടാവാം, ഹാംഫുൾ ആയതുണ്ടാവാം, അല്ലെങ്കിൽ ഹാംഫുൾ അല്ലാത്തതുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, അതിനെ ഇവാക്വേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയണം. അതല്ലെങ്കിൽ എന്താ പറയുക, അതിനകത്ത് നമ്മൾ ഇൻസെർനേറ്റർ ഉപയോഗിക്കും, അതിന് കത്തിച്ച് കളയേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ ആ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന പേപ്പർ കളക്ട് ചെയ്യാൻ ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു പോട്ട്, ഗ്ലാസ് കളക്ട് ചെയ്യാൻ, പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ, മെറ്റൽ കളക്ട് ചെയ്യാൻ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ഗുണമുള്ളത്, അതിന് റീസൈക്ലിംഗ് റെഡ്യൂസ്, അല്ലെങ്കിൽ ആ റീസൈക്കിൾ റെഡ്യൂസ് എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ. നമുക്ക് റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റീസൈക്ലിംഗ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത്, എങ്ങനെയൊക്കെ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഒന്ന് ബേണിംഗ് ആണ് അല്ലേ. നമുക്ക് ഈ സോളിഡ് വേസ്റ്റിനെ കത്തിച്ച് കളയാൻ പറ്റുന്ന വേസ്റ്റുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കത്തിച്ച് കളയാം. നമുക്കൊരു കാര്യം ആലോചിക്കണം, പ്ലാസ്റ്റിക് എന്ന മെറ്റീരിയൽ കത്തിച്ച് കളയാനുള്ളതല്ല, അത് എന്തിന് കാരണമാകും, അത് എയർ പൊല്യൂഷന് കാരണമാകുന്നതാണ് അല്ലേ. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ലാൻഡ് ഫിൽസിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ കുഴിയൊക്കെ തൂർക്കുക എന്ന് പറയില്ല നമ്മൾ, അതുപോലത്തെ ലാൻഡ് ഫിൽസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാനിറ്ററി ലാൻഡ് ഫിൽസിനൊക്കെ നമുക്ക് ഈ സോളിഡ് വേസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഈ സാനിറ്ററി ലാൻഡ് ഫിൽസിന് ഒരു ദോഷമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ഇല്ലേ, ഭൂമിക്കടിയിൽ എന്തുണ്ട്, വെള്ളമുണ്ട് നമുക്കറിയാം, അതിനെ അതെന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പിക്ചർ കൊടുത്തപ്പോൾ തന്നെ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മുടെ പിക്ചർ പോലെ തന്നെ കാറ്റഗറൈസ് ചെയ്യുക. എങ്ങനെ, ബയോഡിഗ്രേഡബിൾ ആണോ, റീസൈക്ലബിൾ ആണോ, നോൺ ബയോഡിഗ്രേഡബിൾ ആണോ, അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഡിസ്പോസലിനൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും.